വചനോപാസനയായി വരമഴ പൊഴിയുകയായി വാനവും ഭൂമിയും സംഗീതമാധുരിയിൽ വീണ്ടും ഇണങ്ങുകയായി. വചനോപാസന. സങ്കീർത്തനം 13. ദുഃഖിതന്റെ പ്രാർത്ഥന. ഞാനവനെ കീഴ്പ്പെടുത്തിയെന്ന്
പരിഭ്രമിക്കുന്നതു കണ്ട് എൻ്റെ ശത്രു ആനന്ദിക്കാൻ ഇടവരുത്തരുതേ. ഞാൻ അവിടുത്തെ കരുണയെ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളും. കർത്താവേ, എത്ര നാൾ അങ്ങെന്നെ മറക്കും? എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ? എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു പിടിക്കും? ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിനെ പാടി സ്തുതിക്കും. അവിടുന്ന് എന്നോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നു. കർത്താവേ, എത്ര നാൾ അങ്ങെന്നെ മറക്കും? എന്നേക്കുമായി എന്നെ വിസ്മരിക്കുമോ? എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്നും മറച്ചു പിടിക്കും? വചനോപാസന. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ 13-ാം സങ്കീർത്തനത്തെക്കുറിച്ചാണ് വിചിന്തനം നടത്തുന്നത്. 13-ാം സങ്കീർത്തനം ഒരു വിലാപ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനം വിലാപ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും ചെറുതാണ്. ഈ സങ്കീർത്തനം ഒട്ടും റൊമാൻറ്റിക് അല്ല എന്നാണ് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത്. ഈ സങ്കീർത്തനത്തിൽ എത്ര നാൾ എന്ന പ്രയോഗം ഒരു ശരാശരി മനുഷ്യൻ്റെ വിരഹവേദനയാണ് സൂചിപ്പിക്കുന്നത്. ഈ സങ്കീർത്തനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പല പ്രാവശ്യം എത്ര നാൾ കർത്താവെ അങ്ങനെ മറക്കും, എത്ര നാൾ അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു പിടിക്കും, എത്ര നാൾ ഞാൻ വേദന സഹിക്കണം, എത്ര നാൾ എൻ്റെ ശത്രു എന്നെ ജയിച്ചു നിൽക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എത്ര നാൾ എന്നുള്ള ഈ ഒരു ചോദ്യം ഒരു ശരാശരി മനുഷ്യൻ്റെ വിരഹവേദനയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് തന്നെ മറന്നിരിക്കണമെന്നും താൻ രോഗിയായിരിക്കുന്നുവെന്നും ശത്രു തൻ്റെ പതനം കാത്തു കഴിയുന്നു എന്നൊക്കെയുള്ള അറിവ് സങ്കീർത്തകന് വലിയ ദുഃഖത്തിൽ ആഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഈ വ്യക്തിഗത വിലാപ സങ്കീർത്തനം ഉണർത്തുന്ന ദൈന്യത ഏറെ വലുതാണ്. ഒരു വിലാപ
കീർത്തനത്തിൻ്റെ എല്ലാ ഘടകങ്ങളും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് സങ്കീർത്തകൻ ദൈവത്തിൻ്റെ മുൻപിൽ കുറേ പരാതികൾ ഉയർത്തുകയാണ്. അത് എത്ര നാൾ എന്നുള്ള ആ ചോദ്യത്തോട് കൂടിയാണ് ചോദിക്കുന്നത്. ഈ എത്ര നാൾ എന്നുള്ള ആ പ്രയോഗത്തിൻ്റെ ആവർത്തനം മൂലം അതിതീവ്ര വേദന അവതരിപ്പിക്കുന്നതിനായിട്ട് സങ്കീർത്തകന് സാധിക്കുകയാണ്. സങ്കീർത്തകൻ്റെ ജീവിതക്ലേശം അനുവാചകരെ അനുസ്മരിപ്പിക്കുന്നതിന് ഈ പ്രയോഗം വളരെ ഉപകാരപ്രദമായിട്ട് തീരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏറെ നാൾ നീണ്ട പരീക്ഷണത്തിൻ്റെയും പെരുകി വരുന്ന അക്ഷമയുടെയും സൂചനയാണ് ഈ പ്രയോഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ എത്ര നന്നുള്ള എന്ന ഈ പ്രയോഗത്തിൽ കർത്താവിൻ്റെ മുഖം മറയ്ക്കുക എന്ന് പറയുന്നത് അവിടുത്തെ കോപത്തിൻ്റെ പ്രകടനമാണ്. അതിൻ്റെ ഫലമായി സങ്കീർത്തകൻ കടുത്ത ആത്മ സംഘർഷത്തിലും ഹൃദയവ്യഥയിലുമാണുള്ളത്. 3-4 വാക്യങ്ങളിൽ നമുക്കതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിച്ച് ഉത്തരമരുളണമേ, എൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ, ഞാൻ അവനെ കീഴ്പ്പെടുത്തി എന്ന് എൻ്റെ ശത്രു പറയാനായിട്ട് ഇടയാക്കരുതേ എന്നൊക്കെ. അപ്പോൾ 3-4 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു മനുഷ്യൻ്റെ അതികഠിനമായ മനോവ്യഥയാണ് അത് പരാമർശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കർത്തൃകോപത്തിൻ്റെ ഫലമായിട്ട് മറ്റൊരു സഹനം കൂടി സങ്കീർത്തകനുണ്ട്. അതേതാണ്? ശത്രു സങ്കീർത്തനുമേൽ വിജയം നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവം കൂടെയുണ്ടായിട്ടും ഈ ശത്രു തൻ്റെ മേൽ വിജയം നേടി എന്ന ചിന്ത സങ്കീർത്തകൻ ഒരിക്കലും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ശത്രു ആരാണെന്നോ ഏതുതരം സഹനമാണ് ശത്രുവിൽ നിന്നും സങ്കീർത്തകൻ നേരിടുന്നതോ ഒന്നും അറിയാനായിട്ട് മാർഗമില്ല, അല്ലെങ്കിൽ അതിനുള്ള സൂചനയൊന്നും ഇവിടെ നൽകുന്നില്ല. എങ്കിലും ശത്രു തൻ്റെ മേൽ വിജയം നേടിയിരിക്കുന്നു എന്ന ഒരു വലിയ ദുഃഖം സങ്കീർത്തകൻ ദൈവത്തിൻ്റെ മുൻപിൽ എടുത്തു വയ്ക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 3 വിധത്തിലുള്ള അഭ്യർത്ഥനകൾ സങ്കീർത്തകൻ ദൈവത്തിൻ്റെ മുൻപിൽ വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നാമതായിട്ട് കർത്താവിൻ്റെ അസാന്നിധ്യ അനുഭവം സങ്കീർത്തകന് തീയിൽ ചൂളയിൽ അകപ്പെട്ട ഒരു പ്രതീതിയാണ് ഉളവാക്കുന്നത്. ദൈവത്തെ സങ്കീർത്തകൻ എൻ്റെ ദൈവമായ കർത്താവേ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. എങ്കിലും ആ ദൈവത്തിൻ്റെ അസാന്നിധ്യ അനുഭവം വളരെ വലിയ ഒരു വേദന സങ്കീർത്തകനിൽ ഉളവാക്കുകയാണ് ചെയ്യുന്നത്. തന്നെ ദൈവം മറന്നു കളഞ്ഞു, തന്നിൽ നിന്നും ദൈവം മുഖം തെറിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും അവിടുന്ന് തൻ്റെ ദൈവമാണ് എന്ന് അടിവരയിട്ട് പ്രഖ്യാപിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ട് അങ്ങനെ ഉപേക്ഷിച്ചു എന്ന് സങ്കീർത്തകൻ ദൈവത്തോട് ചോദിക്കുന്നത്. ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ടാണ് സങ്കീർത്തകൻ ഈ ചോദ്യം ചോദിക്കുന്നത്. ജീവിതത്തിൻ്റെ അഗ്നിപരീക്ഷകളിൽ ദൈവിക ആശ്വാസവും സാന്നിധ്യവും അല്പം പോലും അനുഭവപ്പെടാത്തപ്പോൾ പോലും ദൈവത്തെ തള്ളിപ്പറയുവാനായിട്ട് സങ്കീർത്തകൻ തയ്യാറാകുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള അനുഭവം, ദൈവം തള്ളിപ്പറഞ്ഞു, ഉപേക്ഷിച്ചു എന്നൊക്കെയുള്ള ഒരു ചിന്തയിലൂടെ സങ്കീർത്തകൻ കടന്നു പോകുമ്പോൾ പോലും ദൈവത്തെ തള്ളിപ്പറയുന്നതിനായിട്ട് അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നതിനായിട്ട് സങ്കീർത്തകൻ തയ്യാറാകുന്നില്ല എന്നതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ദൈവത്തോടുള്ള വലിയ ഒരു സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അഭ്യർത്ഥനകളൊക്കെ സങ്കീർത്തകൻ മുന്നോട്ട് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമതായിട്ട് സങ്കീർത്തകൻ്റെ അഭ്യർത്ഥന എന്ന് പറയുന്നത് കടാക്ഷിക്കണം എന്നുള്ളതാണ്. മുഖം മറച്ചിരിക്കുന്നു, ദൈവം ഒളിച്ചുകളി അവസാനിപ്പിച്ച് തൻ്റെ മുമ്പിൽ എത്തണമെന്നാണ് സങ്കീർത്തകൻ്റെ അഭ്യർത്ഥന. ദൈവത്തിൻ്റെ കടാക്ഷം കൃപാപൂർണമാണ്. ദൈവത്തിൻ്റെ ദൃഷ്ടിക്ക് കീഴിലായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന സങ്കീർത്തകൻ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ കടാക്ഷം തൻ്റെ മേൽ ഉണ്ടാകണമേ എന്നുള്ള ഒരു അഭ്യർത്ഥന ഈ സങ്കീർത്തനം വയ്ക്കുകയാണ്. രണ്ടാമതായിട്ട് സങ്കീർത്തകൻ വെക്കുന്ന അഭ്യർത്ഥന അത് ഉത്തരമിറങ്ങണമെന്നുള്ളതാണ്. എത്ര നാൾ എന്ന് ആരംഭിച്ച് താൻ ഉയർത്തിയ ചോദ്യങ്ങൾക്ക്
തൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കും ഉത്തരം തരാൻ സങ്കീർത്തകൻ ദൈവത്തെ നിർബന്ധിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മൂന്നാമതായിട്ട് സങ്കീർത്തകൻ പറയുന്നത് തൻ്റെ നയനങ്ങളെ പ്രകാശിപ്പിക്കണമേ എന്നാണ്. കണ്ണുകൾ മങ്ങുക എന്നാൽ മാനസികമായും ശാരീരികമായും മൃതാവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ മാനസികമായും ശാരീരികമായും മൃതാവസ്ഥയിലേക്ക് നീങ്ങും എന്ന ആ കാര്യം മനസ്സിലാക്കിയ സങ്കീർത്തകൻ ദൈവത്തോട് തൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്നാണ് പറയുന്നത്. കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തനിക്ക് ജീവൻ തിരിച്ചു നൽകാനായിട്ട് ദൈവം തയ്യാറാകണം എന്നുള്ളതാണ്. അതിനാൽ മരണനിദ്രയിൽ ആഴാതിരിക്കാൻ തൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ എന്ന സങ്കീർത്തകൻ്റെ പ്രാർത്ഥന വളരെ ഹൃദ്യമായിട്ട് നമുക്കിവിടെ അനുഭവപ്പെടും. സങ്കീർത്തകന് ഇവിടെ പറയുന്നത് അവിടുത്തെ കഷ്ടതയിൽ ആനന്ദിക്കാൻ അല്പനേരത്തേക്ക് മാത്രം ശത്രുലോകത്തിന് കഴിയുകയുള്ളൂ എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നത്. നമ്മുടെ കഷ്ടതയിലും ദുഃഖത്തിലുമൊക്കെ ആനന്ദിക്കുവാനായിട്ട് ശത്രുവിന് അല്പനേരത്തേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നാൽ അവിടുത്തെ മരണം വിജയത്തിൻ്റെ മഹോത്സവമായിരുന്നു എന്നാണ് സങ്കീർത്തകൻ പറയുന്നത്. അങ്ങനെ പറഞ്ഞു വയ്ക്കാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ മരണത്തെ കൂടി നമുക്കിവിടെ കൊണ്ടുവന്ന് ചിന്തിക്കുന്നതിനായിട്ട് ഇടയാകും. അതായത് ക്രിസ്തുവിൻ്റെ മരണം എന്ന് പറയുന്നത് ശത്രുക്കൾക്ക് ഒരു താൽക്കാലികമായ സന്തോഷത്തിൻ്റെ ഒരു ആയിരുന്നു. അത് ശാശ്വതമായിരുന്നില്ല. 3 ദിവസത്തേക്ക് ആ ഒരു ആനന്ദം നിലനിന്നുള്ളൂ. ഇതുപോലെ ശത്രുവിൻ്റെ ആനന്ദം എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പരാജയത്തിൽ അല്ലെങ്കിൽ തകർച്ചയിലുള്ള ശത്രുവിൻ്റെ ആ സങ്കടം, ആ ആനന്ദം എന്ന് പറയുന്നത് വളരെ താൽക്കാലികമായിരിക്കും എന്നാണ് സങ്കീർത്തകൻ ഇവിടെ പറയുന്നത്. ആത്യന്തികമായിട്ട് വിജയം ദൈവത്തിൻ്റെതായിരിക്കും. ദൈവത്തിൻ്റെ മഹത്വമാണ് ഈ വേദനകളിലൂടെയും ദുഃഖങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോഴും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത് എന്നാണ് സങ്കീർത്തകൻ പറഞ്ഞു വയ്ക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ പരാതികളും ആവശ്യങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ മുൻപിൽ എടുത്തു വയ്ക്കുന്നതിനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോൾ അതിനൊക്കെ ഉത്തരം നൽകുന്ന ദൈവത്തെ വചനത്തിൻ്റെ താളുകളിൽ കണ്ടുമുട്ടുന്നതിനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ള ഒരു വലിയ ബോധ്യവും ഉറപ്പുമാണ് ഈ 13-ാം സങ്കീർത്തനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വചനോപാസന. യേശുവേ നീ അനശ്വരമാകും ജീവനെനിക്കു നൽകി. യേശുവേ നീ അനശ്വരമാകും ജീവനെനിക്കു നൽകി. ശൂന്യമാകും ഭാജനം നീ വീണ്ടും നിറച്ചുവല്ലോ. ശൂന്യമാകും ഭാജനം നീ
ജീവനെനിക്കു നൽകി. യേശുവേ നീ എന്റെ കയ്യിൽ നിന്റെ സ്നേഹം നീയണച്ചുവല്ലോ. എന്റെ കയ്യിൽ നിന്റെ സ്നേഹം നീയണച്ചുവല്ലോ. കാലമേത്ര കൊഴിഞ്ഞുപോയി, ഇന്നും അവയൊഴുകും. കാലമേത്ര കൊഴിഞ്ഞുപോയി, ഇന്നും അവയൊഴുകും. നിന്റെ ദാന വരത്തിനാലി ഭൂതലം നിറവാകും. ഭൂതലം നിറവാകും. യേശുവേ നീ അനശ്വരമാകും ജീവനെനിക്കു നൽകി. യേശുവേ നീ നിന്റെ സ്നേഹം ഭൂതലമഖിലം സ്വർണ്ണകാന്തി വിതയ്ക്കുന്നു. നിന്റെ സ്നേഹം ഭൂതലമഖിലം സ്വർണ്ണകാന്തി വിതയ്ക്കുന്നു. നിന്റെ സ്നേഹം ഭൂതലമഖിലം സ്വർണ്ണകാന്തി വിതയ്ക്കുന്നു. ആ സ്നേഹത്തിനു പകരം നൽകാൻ സഹചരെ നമ്മൾ സ്നേഹിക്കണം. ആ സ്നേഹത്തിനു പകരം നൽകാൻ സഹചരെ നമ്മൾ സ്നേഹിക്കണം. ദൈവമേ നീ, യേശുവേ നീ, ദൈവമേ നീ അനശ്വരമാകും ജീവനെനിക്കു നൽകി. യേശുവേ നീ അനശ്വരമാകും ജീവനെനിക്കു നൽകി. ശൂന്യമാകും വാചനം നീ വീണ്ടും നിറച്ചുവല്ലോ.